വയലാർ വളരെ കുറച്ചു കാലം ജീവിച്ചിരുന്ന ഒരാളാണ്. 47 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ഒരു 10-30 വർഷം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മലയാളിക്കൊരു നോബൽ പ്രൈസ് കിട്ടാവുന്ന ഏതെങ്കിലും ഒരു കവിത ഉണ്ടായാലും അത്ഭുതമില്ലായിരുന്നു. കാരണം അത്ര വലിയ പ്രതിഭയായിരുന്നു വയലാർ. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലും അദ്ദേഹം എഴുതിയ കവിതകളിലും അദ്ദേഹം സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ച ആശയങ്ങൾ അത് അദ്ദേഹം തന്നെ നേരിട്ട് ധാരാളം പ്രശ്നങ്ങളുമായും തൻ്റെ ചുറ്റുപാടും വളർന്നു വന്ന സമൂഹത്തെയും സമൂഹത്തിൻ്റെ നന്മയാർന്ന താല്പര്യങ്ങളെയും വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയായിട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ പറഞ്ഞത്. അങ്ങനെ കേരളത്തിൽ മറ്റൊരാൾക്ക് സിനിമാ ഗാനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സാധാരണ ഗാനങ്ങളോ രചിക്കാൻ കഴിഞ്ഞിട്ടില്ല. വയലാർ പറഞ്ഞത് വയലാറാണ്. വയലാർ എന്ന് പറയുന്ന ഒരു ദ്വീപിനകത്ത ദ്വീപാണ്. ദ്വീപ് എന്ന് പറയുന്നത് അമ്പലപ്പുഴ ചേർത്തല താലൂക്കാണ്. അതിൻ്റെ ഒരു സൈഡ് കടലാണ്, ഒരു സൈഡ് കായലാണ്. അത് രണ്ടിനെയും തമ്മിൽ വേർപെടുത്തുന്നത് തോട്ടപ്പള്ളി മുതൽ അരൂര് വരെയാണ്. അരൂരെത്തുമ്പോൾ അപ്പുറത്ത് വേമ്പനാട്ട് കായലാണ്. തോട്ടപ്പള്ളിയിൽ വരുമ്പം ആ വേമ്പനാട്ട് കായലിൻ്റെ ഇങ്ങിയ തലക്കൽ പമ്പയൊക്കെ കൂടെ വന്നു ചേർന്ന് തോട്ടപ്പള്ളി സ്പിൽവേ. ഈ ദ്വീപിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ഉണ്ടായത് ആലപ്പുഴ അല്ല, മലബാറിലാണ്. പക്ഷെ പുന്നപ്ര വയലാർ എന്തുകൊണ്ട് ആലപ്പുഴ നടന്നു? അതും ഒരു ദ്വീപിൽ നടന്നു. ആ നടന്ന ദ്വീപിലെ ആ സമരത്തിന്റെ പാരമ്യത കണ്ടത് വയലാറാണ്. ആ വയലാർ ഈ ദ്വീപിനകത്ത വേറൊരു ദ്വീപാണ്. വയലാർ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട, ഈ അമ്പലപ്പുഴ ചേർത്തല താലൂക്ക് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട, അതിനകത്ത് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു അപൂർവ സ്ഥലമാണ് വയലാർ. അപ്പൊ ചിലരെല്ലാം പറയുന്നത് ഈ ദ്വീപ് കരുതി സൂക്ഷിക്കുന്ന ചില പ്രതിഭാമുത്തുകളുണ്ട്. അത് ഇന്ത്യക്കും ചിലരൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ വ്യാസൻ ജനിച്ചത് ഒരു ദ്വീപിലാണ്. യമുനയിൽ സൃഷ്ടിച്ച ഒരു ദ്വീപിൽ ജനിച്ചയാളാണ് കൃഷ്ണദ്വൈപായന്. അദ്ദേഹമാണ് വ്യാസനായി. കാരണം ദ്വീപ് ചിലത് സൂക്ഷിക്കും. എം.എൻ. വിജയ മാസ്റ്റർ പറയുന്നത് സഹോദരൻ അയ്യപ്പന് ജനിക്കാൻ വേണ്ടി പെരിയാർ ഉണ്ടാക്കിയ ദ്വീപാണ് വൈപ്പിൻ എന്ന് പറയും. വൈപ്പിലാണ് അദ്ദേഹം ജനിച്ചത്. വയലാർ ജനിച്ചതും ദ്വീപിനകത്ത ദ്വീപിലാണ്. അപ്പൊ വയലാറിന്റെ മുന്നിൽ, വയലാറിന് 18 വയസ്സ് എത്തുമ്പോഴാണ് ഈ വയലാർ സമരം നടക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ തിളയ്ക്കുന്ന പ്രായമാണ് ഈ 18 എന്ന് പറയുന്നത്. അദ്ദേഹം അവിടുത്തെ വെടികൊണ്ട തെങ്ങും മനുഷ്യന്റെ ചോര വീണ മണ്ണും അതെല്ലാം കണ്ട് അദ്ദേഹം ഒരു കോവിലകത്തെ കുട്ടിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മറക്കാനും പൊറുക്കാനും പറ്റാത്ത സംഭവിച്ച ഒരു കാര്യം അകത്തടുപ്പിൽ സൂക്ഷിച്ചൊരു വിഭവം ഉണ്ടാക്കാൻ, ആ വിഭവം കവിതയായിരിക്കണമെന്ന് നിശ്ചയിക്കാൻ അദ്ദേഹത്തിന് ചില പ്രേരണ കൂടി കിട്ടി. വയലാർ കുട്ടിക്കാലത്ത് വേദവും ഉപനിഷത്തുകളും
മറ്റ് ഇന്ത്യൻ പൂർവ്വകാല സാഹിത്യമൊക്കെ പഠിച്ചത് വീട്ടിലിരുന്ന്. വീട്ടിലിരുന്ന് പഠിക്കുമ്പം സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെയല്ല, കൂട്ടുകാരൊന്നും ഇല്ലാതെ വീട്ടിലിരുന്ന് ഗുരു പറഞ്ഞു കൊടുക്കുമ്പം ആ കിട്ടുന്നത് മുഴുവൻ ഒറ്റയ്ക്കകത്താക്കാനുള്ള ഒരു സിദ്ധിയുണ്ട്. വയലാറിനെ വളർത്തിയത് അമ്മയാണ്. അതുകൊണ്ടാണ് വയലാറിന്റെ എല്ലാ അമ്മയും. അതുകൊണ്ടാണ് വയലാർ പറഞ്ഞത്, ഈ അമ്മയ്ക്ക് മുമ്പിൽ ഞാനായിരുന്നു ദൈവമായിരുന്നു. ദൈവത്തെ വയലാർ അമ്മയ്ക്ക് പിറകിലാണ് നിർത്തിയത്. വയലാറിനെ അമ്മ ഇഷ്ടത്തോടെ കുട്ട എന്നാണ് വിളിച്ചത്. അച്ഛൻ കുട്ടിക്കാലത്ത്, വളരെ കുട്ടിക്കാലത്ത് നഷ്ടമായത് വയലാർ ഒരു കവിതയിൽ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വയലാർ സാധാരണ ഒരു വീട്ടിലെ കുടുംബത്തിലെ കുട്ടിക്ക് കിട്ടാത്ത വീടനുഭവങ്ങളും അതിൻ്റെ ദുഃഖങ്ങളും അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മനോഹരമായ ദൃഢതയും വയലാറിനെ സ്വാധീനിച്ചിരുന്നു. ഒപ്പം ഈ വയലാറിൽ നടന്ന വെടിവെപ്പും അവിടെ വീണ ചോരയും അവിടെ ചൊരിഞ്ഞ പ്രാണനും അവിടെ നിന്ന മരങ്ങളും അതെല്ലാം വയലാറിന് മറക്കാനാകാത്ത ചില ഓർമ്മകളിൽ അകത്ത് സൂക്ഷിക്കാൻ മാത്രമല്ല വളർത്തിക്കൊണ്ടിരിക്കാൻ കാരണമായി. അപ്പൊ അങ്ങനെ ഒരാൾ കാളിദാസനെയും വ്യാസനെയും വാൽമീകിയെയും ഒക്കെ കുട്ടിക്കാലത്ത് തന്നെ പരിചയപ്പെട്ടു വരുമ്പോൾ ആ ആളിൽ ഒരു പ്രതിഭയുണ്ടെങ്കിൽ ഒരു കവി അകത്തുണരും. വയലാറിൻ്റെ അകത്ത് വയലാർ അറിയാതെ തന്നെ ഒരു കവി ഉണർന്നിരുന്നു. പിന്നെ വിപ്ലവ കവിയാവാനുള്ള ഒരു കാരണം ചിലരെല്ലാം പറയുന്നത് അതിന് എമ്മൻ്റെ ഒരു സ്വാധീനമുണ്ടത്. എമ്മൻ എല്ലാ കാലത്തും വയലാറിൻ്റെ ഗുരുവിനെ പോലായിരുന്നു. എമ്മൻ നെയ്യാറ്റിങ്കര ജയിലിൽ നിന്ന് ജയിൽ ചാടി ചെന്ന് ചേരുന്നത് വയലാറിൻ്റെ വീടായ രാഘവപ്പറമ്പിൽ കോവിലകത്താണ്. ഒരു പ്രത്യേകത ആ കാലത്ത് എമ്മൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കുണ്ടായിരുന്നത് ഈ ആളുകൾ ശ്രദ്ധിക്കാതെ സുരക്ഷിതമായി ഒടുവിലിരിക്കാൻ ഏറ്റവും പറ്റിയ വലിയ വീടുകൾ. ഇപ്പൊ കൊട്ടാരത്തിൽ ഒടുവിലിരുന്നാൽ മിക്കവാറും സുരക്ഷിതമാണ്. അപ്പൊ പന്തളം കൊട്ടാരം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഒടുവ് കേന്ദ്രമായി. വയലാറിന്റെ വീടും അത് രാഘവപ്പറമ്പിൽ കോവിലകമാണ്. അവിടെ ഒടുവിലിരിക്കാൻ സുരക്ഷിതമാണ്. അപ്പൊ എമ്മൻ അവിടെയാണ് എത്തിയത്. എമ്മൻ എത്തിയത് ഒളിവിലിരിക്കാനല്ല, വയലാറിനെ കാണാനാണ്. കാരണം വയലാറിൽ ഭാവിയിൽ ചില പുതിയ സൂര്യോദയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കവി ഉറങ്ങുന്നുണ്ടെന്ന് എമ്മൻ അറിയാമായിരുന്നു. കേരളത്തിൽ ആയിരക്കണക്കിന് കേഡർമാർ, പക്ഷെ ലക്ഷണമൊത്ത ഒരു ലീഡർ എമ്മനാണ്. ഒരു കേഡറും ലീഡറും തമ്മിലുള്ള വ്യത്യാസം ഒരാളിൻ്റെ കഴിവ് കണ്ടെത്തി അതെങ്ങനെ സമൂഹത്തിൽ ഉപയോഗിക്കാമെന്ന് ആസൂത്രണം നടത്തുന്നയാളാരോ അതാണ് ലീഡർ. അങ്ങനെ ഒരു ലീഡർ എമ്മനായിരുന്നു. അത് വയലാറിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പൊ KPSCയുടെ രൂപീകരണമാണെങ്കിലും കൊല്ലത്തെ ജനയുഗത്തിന്റെ രൂപീകരണമാണെങ്കിലും കാമ്പിശ്ശേരിയെ കൊണ്ടുവന്ന് പത്രാധിപരാക്കുന്നതാണെങ്കിലും തോപ്പിൽ ഭാസിയെ കൊണ്ട് നാടകം എഴുതിക്കുന്നതാണെങ്കിലും
ഇതെല്ലാം ചെയ്തത് ഓരോരുത്തർക്കും ഇന്ന ജോലിയാണ് ചെയ്യാൻ കഴിയുക എന്ന് കൃത്യമായി കണ്ടെത്തിയ ഒരാൾ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ യമനാണ്. ഒരുപക്ഷെ തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർഗപ്രതിഭാപരമായ പ്രത്യേകതകൾ മറ്റുള്ളിടത്തു നിന്ന് വ്യത്യസ്തമായത് എമ്മന്റെ ശിക്ഷണത്തിൽ. അപ്പൊ എമ്മൻ ജയിൽ ചാടിപ്പോയത് വയലാറിനെ കാണാൻ. കാരണം അപ്പോഴത്തേക്ക് വയലാർ സംഭവം കഴിഞ്ഞിരുന്നു, എന്നപ്പുറം വയലാറിലെ വെടിവെപ്പ് കഴിഞ്ഞിരുന്നു വയലാർ. അവിടെ ചെന്ന് എമ്മൻ വയലാറിനോട് ഒന്നേ പറഞ്ഞോളൂ, ഇവിടെ വീണ ചോര മണ്ണിൽ താണു മറഞ്ഞു പോകാൻ പാടില്ല. ഇവിടെയുണ്ടായ മനുഷ്യന്റെ സമരവീര്യം പട്ടുപോകാനും പാടില്ല. അത് നീ മനസ്സുകളിലേക്ക് നിക്ഷേപിക്കണം. നിനക്കത് പറ്റും. ഞാൻ അതിന് നിന്നെ കാണാൻ വന്നതാണ്. നിന്നെ ഞാൻ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അതിതാണ്, നീ ഈ സമരത്തെ, ഇവിടെ പൊലിഞ്ഞ പ്രാണനെ, ഇവിടെ വീണ ചോരയും അതിൻ്റെ മഹത്തായ എല്ലാ പ്രത്യേകതകളെയും മറക്കാൻ പറ്റാത്തവണ്ണം കേരളത്തിൻ്റെയും മലയാളിയുടെയും മാത്രമല്ല ലോകത്തിൻ്റെ മനസ്സിലെത്തിയ അത് കൃത്യമായി ചെയ്തു വയലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു മാർച്ചിങ് സോങ് ഇല്ലാതെ വന്നാൽ, ഒരു പുതിയത് വേണമെങ്കിൽ വയലാറിനെ വിളിച്ച് എമ്മൻ പറയും, ഒരു മാർച്ചിങ് സോങ് വേണം. ദേവരാജൻ മാസ്റ്റർ കൂടെ കാണും. അത് ഇദ്ദേഹം ട്യൂൺ ചെയ്യും. പാടാൻ ആരെങ്കിലും കാണും, അവർ പാടും. അങ്ങനെ എഴുതി കൊടുത്ത മാർച്ചിങ് സോങ്ങുകളാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മഹത്തായ മാർച്ചിങ് സോങ്. വയലാർ കവിത എഴുതുന്നതും അങ്ങനെയാണ്. വയലാറിന് കവിത എഴുതാൻ ഒരുപാട് ആലോചനയുടെ പ്രശ്നമില്ല. ഒരു 2-3 മണിക്കൂർ കൊണ്ട് വയലാർ ഏറ്റവും മനോഹരമായ കവിതകൾ എഴുതും. വയലാർ ഈ 48 കാലം കഴിഞ്ഞ് കവിതയുടെ ലോകത്തേക്ക് തന്നെ അങ്ങ് സമർപ്പിക്കുമ്പോൾ വയലാറിന് ഈ സമൂഹത്തിൽ കവിത എന്ന് പറയുന്നത് വലിയവരുടെ വലിയ ഇടങ്ങളിൽ അവർക്ക് വല്ലപ്പോഴും സമയം പോക്കാനുള്ള ഒരു ചെറിയ കാര്യമല്ല. അതവരുടെ മനസ്സിലെ തിളയ്ക്കുന്ന നൊമ്പരങ്ങൾക്ക് കൈയും കാലും കരളും കണ്ണും നൽകുന്ന ഒന്നാകണം എന്ന് വയലാർ ആഗ്രഹിച്ചു. വയലാറിന് മുമ്പ് അങ്ങനെ സാധാരണ മനുഷ്യനിലേക്ക് കവിതയുടെ സൗന്ദര്യം എത്തിച്ച, പക്ഷെ ആദ്യകാലത്ത് എത്തിച്ചത് കുഞ്ചൻനമ്പ്യാരാണ്. പക്ഷെ അത് അങ്ങനെയല്ല എത്തിച്ചത്. അത് കഴിഞ്ഞാൽ എത്തിച്ചത് ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴ അക്ഷരാർത്ഥത്തിൽ ഒരു കവിതയുടെ പുഴയായി. വയലാർ ആ പുഴ ചെന്നു ചേരുന്ന ഒരു കായലായി. അവർ രണ്ടുപേരും ജനങ്ങളുടെ കവിയായി. അവർ പറഞ്ഞത് ഏത് സാധാരണക്കാരൻ്റെ മനസ്സിലായി. സാധാരണ കവിതകൾ, വലിയ കവികളെല്ലാം ലോകത്ത് തന്നെ ഉണ്ട്. പക്ഷെ അവർ പറയുന്നത് കവിത ഒരു തരം പരിശീലനം സിദ്ധിച്ചവർക്ക് മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ എന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയുള്ളതാണ് കവിത എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. അതിനെ മാറ്റി ചങ്ങമ്പുഴ എഴുതിയ രമണൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട കവിതാ പുസ്തകങ്ങളിൽ ഒന്നാണ്. വയലാർ എഴുതിയ ആയിഷ, അതും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടവർ ആവർത്തിച്ച് പാടി
അവർ ചുണ്ടിലും മനസ്സിലുമായി കൊണ്ടു നടന്ന രണ്ട് ഖണ്ഡകാവ്യങ്ങളാണ്. ചങ്ങമ്പുഴയുടെ രമണൻ കഥാപ്രസംഗമായി പറഞ്ഞത് കെടാമംഗലം സദാനന്ദനാണ്. വയലാറിൻ്റെ ഐഷ്യ കഥാപ്രസംഗമായി പറഞ്ഞത് കൊല്ലത്തെ വി സാംബശിവൻ. ഇവർ രണ്ടുപേരും പറഞ്ഞ കഥകൾ കേരളത്തിലെ സാധാരണ മനുഷ്യൻ പാതിരാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് ആസ്വദിച്ചത് മത്സരിച്ചാൽ ഒരിടത്തല്ല കേട്ടത്. മാറി മാറി മാറിപ്പോയി അവരുടെ കഥകൾ കേട്ട മലയാളി സത്യത്തിൽ രമണനെയും ഐഷയെയും ജനകീയമാക്കുക മാത്രമല്ല, ഈ കഥാപ്രസംഗം എന്ന കലയെ ഒരു ജനകീയ വഴിയിലൂടെ അവർ കൊണ്ടുപോവുകയായിരുന്നു. ഇന്ന് കഥാപ്രസംഗം ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുകയാണ്. അത് വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പൊ എന്താണ് ഈ രമണൻ ഒരാണിൻ്റെ പ്രണയ നൊമ്പരത്തിൻ്റെ കഥയാണ്. ഐഷ സാമൂഹ്യബോധത്തിൽ വന്ന തെറ്റിൻ്റെ വലിപ്പം കൊണ്ട് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാതെ കൊലപാതകയായി ജയിലിൽ പോകേണ്ടി വന്ന ഒരു പാവം പെൺകുട്ടിയുടെ കഥയാണ്. ചങ്ങമ്പുഴ ഒരു കണക്കിന് നോക്കിയാൽ ഒരാൺ പക്ഷപാതിയായ ആളായിരുന്നു. വയലാർ എല്ലാ കാലത്തും ഒരു പെൺപക്ഷപാതിയായ ആളായിരുന്നു. അതുകൊണ്ട് രമണനും ഐഷയും അവർ രണ്ടുപേരെയും സഹജമായ സ്വഭാവത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് കവിതകളായിരുന്നു.